പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ MS സുഹൈൽ. കാണാ കാഴ്ചകൾ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ പാട്ടിൻ്റെ ഒരു എപ്പിസോഡ് ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടതാണ്. നമുക്ക് ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അന്നത്തെ അതേ ഗായകർ തന്നെ എൻ്റെ കൂടെ ഇന്നും ഉണ്ട്. വലിയ സന്തോഷം. ഒരുപാട് പാട്ടുകൾ നമ്മൾ കേട്ടു. ഹിന്ദി പാട്ടുകൾ കേട്ടു, ഗീതേച്ചിയുടെ ജാനകിയമ്മയുടെ പാട്ടുകൾ കേട്ടു, കമറുവിൻ്റെ ഭാസ്കരൻ മാഷും ബാബുക്കയും ഒരുക്കിയ ഇന്നലെ മയങ്ങുമ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടു. ഇന്ന് നമ്മൾ ഒരു പുതിയ ഗായകനതായി ഇവിടെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. മ്യൂസിക് ഫ്രണ്ട്സിന്റെ ഹൃദയതാളം അത് നാസറാണ്, തൊപ്പിക്കാരനാണ്. ഇദ്ദേഹത്തെ ഞാൻ എപ്പോൾ കാണുമ്പോഴും കോഴിക്കോട് ടൗൺ ഹാളിലൊക്കെ കാണുമ്പോഴും ഇദ്ദേഹത്തിന് ഈ തൊപ്പി ഉണ്ടാവും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ. അപ്പോ പിന്നെ പണ്ട് ഏതൊരു സിനിമയിലെ നായകന്മാർക്ക് ഇങ്ങനെ തൊപ്പികളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, റാഫിയുടെ പാട്ടൊക്കെ പാടുന്ന. അപ്പോ നാസറും ഈ പറഞ്ഞതുപോലെ ഹമീദിനെ പോലെ തന്നെ ഒരു നല്ല റഫി ആരാധകനാണെന്ന് ഞാൻ പാട്ടാണ് ഏറ്റവും കൂടുതൽ പാടുക. ഓക്കെ, പിന്നെ നാസർ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാന് ഡ്രൈവറാണ്. ഞാൻ സ്കൂൾ പീസ് ഇന്റർനാഷണൽ സ്കൂൾ ഉണ്ട്. പീസ് ഇന്റർനാഷണൽ സ്കൂൾ അച്ചറോറ്റ. അപ്പൊ അവിടെ കാലം വിദേശത്തുണ്ടായിരുന്നു. 10-20 കൊല്ലം പ്രവാസിയായിരുന്നു. എവിടെയായിരുന്നു? പിന്നെ ഖത്തറിലായിരുന്നു, സൗദി. ഒരുപാട് വർഷം പിന്നെ പ്രവാസ ജീവിതം നയിച്ച ഒരാളാണ്. അപ്പൊ ഒരുപാട് പൊള്ളലും സന്തോഷവും ഒക്കെ ഉള്ള ഒരു ആളായിരിക്കും നാസർ എന്ന് എനിക്കറിയാം. പ്രവാസി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ടെൻഷൻ അനുഭവിക്കുന്ന ഒരു ആളാണ് പ്രവാസി. അപ്പൊ പിന്നെ നമുക്ക് നാസർ റഫിയുടെ പാട്ടാണോ ഇന്ന്? റഫി സാബിന്റെ പാട്ടാ പാടുക. ഏത് പാട്ടാ പാടുന്നത്? വെരി ഗുഡ്. ഓക്കെ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി റഫിയുടെ ഒരു മനോഹരമായ ഗാനം നമ്മുടെ പ്രിയപ്പെട്ട നാസർ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. ഓക്കെ. अकेले चले आओ जहाँ अकेले चले आओ जहाँ कहाँ दे तुमको कहाँ अकेले चले आओ जहाँ तुम्हें हम ढूंढते हमें दिल ढूंढता है, तुम्हें हम ढूंढते हमें दिल ढूंढता है, न हम मंजिल है कोई न कोई रास्ता है, अकेले चले आओ जहाँ कहाँ दे तुमको कहाँ अकेले. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മനോഹരമായി നന്നായിട്ട് പാടി. നമുക്ക് മ്യൂസിക് ഫ്രണ്ട്സിൽ ഒരു ഗായകനുണ്ട്. അദ്ദേഹം ഒരു വല്ലാത്തൊരു SP ബാലസുബ്രഹ്മണ്യൻ ഫാനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല വേദികളിലും ഞാൻ അദ്ദേഹം പാടുന്നത് കേട്ടിട്ടുണ്ട്. വിജയൻ, നല്ലൊരു കയ്യടി വിജയന് കൊടുക്കുക. വിജയൻ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, കൗതുകമുള്ള കാര്യം. നമ്മുടെ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പാടിയ ഗീതേച്ചിയുടെ ബ്രദറും കൂടിയാണ് വിജയൻ. വിജയൻ എന്താ ചെയ്യുന്നത്? ഞാൻ കൂലിപ്പണി എടുക്കണം. സാധാരണ കൂലിപ്പണിക്കാരനാണ്. അത് പാട്ടിൽ ഇതൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ ഒരുപാട് ഗായകര് ഇത്തരം കൂലിപ്പണിയൊക്കെ എടുത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അപ്പോ പാട്ടില് ഈ ഇത്തരം ഒരു കാര്യമില്ല, ജാതിയില്ല, മതമില്ല, വിദ്യാഭ്യാസ യോഗ്യതയില്ല. ഒരുപാട് ഗായകര് അറിയാത്തവര്, വിദ്യാഭ്യാസം ഇല്ലാത്തവരും കൂലിപ്പണിക്കാരൊക്കെ നന്നായിട്ട് കേരളത്തിലെ ഞെട്ടിക്കുന്ന പാട്ടുകാർ ഉണ്ട്. അപ്പൊ വിജയന് ഞാൻ മനസ്സിലാക്കുന്നത് SP യുടെ
SPB ഒരു പാട്ട് തന്നെയായിരിക്കും നമുക്ക് വേണ്ടി അല്ലേ? തീർച്ചയായിട്ടും. ഏത് പാട്ടാ പാടുന്നത്? ശിഖരത്തിലെ വണ്ണം കൊണ്ട വില്ലിലെ പേര് എന്നുള്ള പാട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഒരു SPB കേൾക്കാം, തമിഴ് സോങ്. അപ്പൊ എല്ലാ പാട്ടുമായി അല്ലേ? വണ്ണം കൊണ്ടത് വാനം വാരായോ വണ്ണം കൊണ്ടത് വാനം വാരായോ പിന്നിലെ പാതയിലെ കുഞ്ഞെ തോന്നില്ലേ വിന്തിലെ പാതയിലെ കുഞ്ഞെ തോന്നില്ലേ വണ്ണം കൊണ്ടത് വാനം വാരായോ വണ്ണം കൊണ്ടത് സ്വന്തത്തിൽ ഭാഷയില്ലേ ശ്വസിക്കാറില്ലേ പക്കത്തിൽ പാതയില്ലേ സ്വന്തത്തിൽ ഭാഷയില്ലേ ശ്വസിക്കാറില്ലേ சொல்லிக்கொள்ள വർണ്ണം വെരി ഗുഡ്. അപ്പോ പിന്നെ വിജയൻ വളരെ മനോഹരമായിട്ട് പാടി, സന്തോഷമായി. SPB ഒരു പാട്ടാണ് വിജയൻ നമുക്ക് വേണ്ടി സമ്മാനിച്ചത്. അപ്പോൾ ഇത്ര സമയം, നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട സമയം, നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട ശബ്ദം ഈ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സമ്മാനിച്ചു. ഞാൻ എല്ലാവരെയും വിളിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു കമറുവിനെയാണ് വിളിച്ചതെന്ന് തോന്നുന്നു. അത് ഗീതേച്ചിനെയൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ നിങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നു. ഈ ഒരു എപ്പിസോഡ്, 2 എപ്പിസോഡുകളും വളരെ മനോഹരമായിട്ട് പാട്ടിലാക്കി, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ എല്ലാവർക്കും ഈ കൃഷ്ണനുണ്ണീസ് ചാനലിൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, നന്ദി പറയാനായിട്ട് ഒരു പാട്ട് പാടാം. നമുക്ക് പാട്ട് പാടി തരണം. നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരണം. ഞാൻ പാട്ട് പാടും. അല്ല ഞാൻ എൻ്റെ പണി നിങ്ങളോട് എല്ലാവരോടും പാട്ട് പാടിക്കുക എന്നുള്ളതാണ്. അതുപോലെ പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിയേ പറ്റൂ. പാട്ട് പാടണോ? അത് നിർബന്ധം. ഓക്കെ, അപ്പൊ എന്നാ പിന്നെ ഞാൻ നമ്മളാരും ഇപ്പൊ നാടകഗാനം പാടിയില്ല തോന്നുന്നു അല്ലേ? അപ്പൊ ഒരു നാടകഗാനം പാടാന്ന് വിചാരിക്കാം. നോക്കട്ടെ. ഓക്കെ, യെസ്. കരിമിഴിയാലേ നീ വരുമോ, കരിമിഴിയാലേ നീ വരുമോ, കരിവളയിട്ട കയ്യിൽ
കുടമുള്ള പൂക്കളുമാ കരിമിഴിയാലേ നീ വരുമോ കരിമിഴിയാലേ നീ വരുമോ കനലിരിക്കുന്ന കനകത്തിനാവുകളെ രസമണിയിക്കാൻ നീ വരുമോ കരളിലിരിക്കുന്ന കനകത്തിനാവുകളെ രസമണിയിക്കാൻ നീ വരുമോ കതിരുതിൽ പുഞ്ചിരി കവിളിൽ വിരിച്ചു നീ കതിരുതിൽ പുഞ്ചിരി കവിളിൽ വിരിച്ചു നീ കവിതയെ പോലിന്ന് വരുമോ കവിതയെ പോലിന്ന് വരുമോ കരിവളയിട്ട കയ്യിൽ കുടമുള്ള പൂക്കളുമാ കരിമിഴിയാലേ നീ വരുമോ കരിമിഴിയാലേ നീ വരുമോ ഓക്കെ. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്താണ്. യെസ്. അപ്പോൾ നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് പ്രകാരം ഞാൻ പാട്ട് പാടി. ഓക്കെ. ഇനി എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആണ്. ഗീതേച്ചിയുടെ കൂടെ എനിക്കൊരു പാട്ട് പാടണമെന്നുണ്ട്, ഒരു ഡിബേറ്റ് സോങ്, ഒരു ആഗ്രഹമാണ്. ഗീതേച്ചി റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു പഴയ പാട്ട് പാടാന്ന് വിചാരിക്കാണ്, ഏഴിലം പാലപ്പൂത്ത്. ഓക്കെ, കംഫർട്ടബിൾ അല്ല ആ പാട്ട്? യെസ്. ഓക്കെ, എടുത്തു. ഏഴിലം പിടിച്ചു വെള്ളിമലയിൽ വേലിമലയിൽ പൊൻകിനാവിൻ പൂവനത്തിൽ പാരിജാതം പൂത്തുയർന്നു. പൊൻകിനാവിൻ പൂവനത്തിൽ പാരിജാതം പൂത്തുയർന്നു. കാണാൻ കൊതിച്ച നേരം കവിത പോലെ മുന്നിൽ വന്നു ആത്മസഖിനി പ്രാണസഖിനി. എന്നുമെന്നും ചേരാൻ എൻ ഹൃദയം തപസിരുന്നു. എന്നുമെന്നും ചേരാൻ എൻ ഹൃദയം തപസിരുന്നു.
കാണാൻ കൊതിച്ച നേരം കവിത പോലെ മുന്നിൽ വന്നു ആത്മസഖിനി പ്രാണസഖിനി ആ ആ താങ്ക് യു ഗിരീഷ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്താണ്. ഒരാൾക്ക് ഞാൻ ഇന്ന് നന്ദി രേഖപ്പെടുത്തി. ഓക്കെ, താങ്ക് യു സർ. ഒരാൾക്ക് ഞാൻ ഇന്ന് നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. അത് നമ്മുടെ പ്രിയപ്പെട്ട ബഷീർക്കയാണ്. ബഷീർക്കെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വലിയ സന്തോഷം. മ്യൂസിക് ഫ്രണ്ട്സ് കോഴിക്കോട് മൊത്തമുള്ള ഇന്നത്തെ ഈ പ്രോഗ്രാം, ഈ അഭിമുഖം സല്ലാപം, പാട്ട് സല്ലാപം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്കൊരാളോട് ഒരു നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ ഒരു സ്ഥലം, ഈ ഓഡിറ്റോറിയം നമുക്കിന്ന് അദ്ദേഹം വിട്ടു നൽകുകയാണ് ചെയ്തത്. ഈ എല്ലാവർക്കും ഇരിക്കാനും പാടാനുള്ള സൗകര്യം ചെയ്തു തന്നു. ഇദ്ദേഹം ബഷീർക്ക കോഴിക്കോട് കല്ലായ റോഡിൽ സാസോ ആവാസ് എന്ന് പറയുന്ന മ്യൂസിക് സ്റ്റുഡിയോ അതിന്റെ ഓണറാണ്. സംഗീത ആസ്വാദകനാണ്. ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാം കോഴിക്കോട് വെച്ച് നടക്കുമ്പോൾ, ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമ്പോൾ അദ്ദേഹവും പാടാൻ വലിയ താല്പര്യം കാണിക്കാൻ നല്ലൊരു പാട്ടുകാരനാണ്. കോഴിക്കോടൊക്കെ എല്ലാവർക്കും അറിയുന്ന ആളാണ് ബഷീർക്ക. അപ്പം ബഷീർക്ക, നമുക്ക് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആണ്, ബഷീർക്ക് ഒരു 4 പേര് റാഫിയുടെ ഏതെങ്കിലും ഒരു പാട്ട്, റാഫിയുടെ പാട്ടാകും പാടുകയെന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും. चल गाए था